തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമുക്കിടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. സ്നേഹസ്വരൂപനായ ദൈവത്തിൻ്റെ മനുഷ്യമക്കളോടുള്ള അളക്കാനാവാത്ത സ്നേഹത്തിൻ്റെ പ്രകരണമായിരുന്നു ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം. അനാദിയിലെയുള്ള ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണമായി കാലത്തിൻ്റെ തികവിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും എക്കാലത്തെയുമുള്ള മനുഷ്യാത്മാക്കൾക്ക് നിത്യജീവനിലേക്കുള്ള പാത തുറക്കുകയും ചെയ്ത ദിവ്യകാരുണ്യനാഥൻ്റെ നമ്മോടൊപ്പമുള്ള സ്നേഹസാമീപ്യമാണ് വിശുദ്ധ കുർബാന. ആ ദിവ്യകാരുണ്യ അപ്പത്തിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ നിത്യം വസിക്കുന്നു. മേരി എസ്തേൽ ഹാർപേൻ പറയുന്നു, ദിവ്യകാരുണ്യ ആരാധന നടക്കുന്നത് സ്വർഗത്തിലാണ്, സംശയമില്ല. കാരണം നാം അപ്പോൾ ഈശോയ്ക്കൊപ്പമാണ്. ആ നിമിഷങ്ങളിൽ സ്വർഗീയമായ ആനന്ദം അനുഭവിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലേ? എങ്കിൽ ദിവ്യകാരുണ്യനാഥനെ സ്വന്തമാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അനന്തകാരുണ്യത്തിനുടമയായ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത പദ്ധതികളുടെ കയ്യൊപ്പ് ഹൃദയത്തിൽ സംവഹിക്കുന്നവരാണ് ഓരോ മനുഷ്യാത്മാക്കളും. വചനം പറയുന്നു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. തിരിച്ചറിവിൻ്റെയും കാഴ്ചയുടെയും അഭാവത്തിൽ അവിടുത്തെ മനസ്സിലാക്കുവാൻ തെല്ലുവൈകിയാലും ആ അനന്തകാരുണ്യം നമുക്കുമേൽ സംരക്ഷണയുടെ ചിറക് വിരിക്കുന്നു. ധൂർത്തപുത്രനെ പോലെ തിരിച്ചെത്തുന്ന നമ്മെ സ്നേഹപിതാവായി വിശുദ്ധ കുർബാനയിൽ അവിടുന്ന് കാത്തിരിക്കുന്നു. യഥാർത്ഥ ദൈവത്തിനെ അറിയാതെ പോയതൊരു വ്യക്തി. അന്ന് എൻ്റെ ജീവിതത്തിൽ ഉള്ള എല്ലാ രീതിയിലുള്ള തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായിരുന്നു. മദ്യപാനത്തിൻ്റെ ഒരു അടിമയായിരുന്നു എന്ന് പറയാം. അതൊന്ന് പക്ഷെ അതൊരു മോശമാണെന്നുള്ളൊരു കാര്യം എനിക്കറിയില്ലായിരുന്നു. അത് പിൻകാലത്ത് എനിക്കത് നിർത്താൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് ഞാൻ നീങ്ങി. നിർത്താൻ വേണ്ടി ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ 1994 ഒരു പോട്ടാശ്രമത്തിൽ ഞാൻ ധ്യാനത്തിന് കൂടി. അന്നു മുതൽ ഇന്ന് വരെ, ഈ നിമിഷം വരെ മദ്യപാനം കഴിക്കാനോ മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായും എനിക്കൊരു മോചനം ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പിന്നീട് എൻ്റെ ഒരു ജീവിതം ഇതെന്തും കൂടെ എങ്ങനെ സംഭവിച്ചു, ആരാണ് യേശു, എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നുള്ളൊരു കാര്യങ്ങളായിരുന്നു. ഞാൻ അതുവരെ മുമ്പ് പള്ളിയിൽ പോയിട്ടൊന്നുമില്ല, പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പിന്നെ രാവിലെ തൊട്ട് പള്ളിയിൽ പോകാൻ തുടങ്ങി. പള്ളിയിലകത്ത് കയറാൻ എനിക്ക് പേടി. കാരണം അകത്ത് കയറി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് മുറ്റത്ത് നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അത് പല ദിവസങ്ങളും ആവർത്തിച്ചു. ആ ആവർത്തനത്തിൽ നിന്ന് എനിക്ക് കൂടുതൽ അടുക്കാൻ പറ്റി. പിന്നെ ഒരു പ്രെയർ ഗ്രൂപ്പിൽ ഞാൻ പെട്ടു. ആ പ്രെയർ ഗ്രൂപ്പിൽ നിന്നുള്ള ബ്രദർ എനിക്ക് കുറേ കൂടുതൽ എനിക്ക് കർത്താവിനെക്കുറിച്ച് അറിവ് തന്നു. വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഞങ്ങൾ മാറ്റി നിർത്തപ്പെടുന്ന ഒരു അനുഭവം, അത് എനിക്ക് വലിയൊരു വേദനമായിരുന്നു. കാരണം എല്ലാവർക്കും കർത്താവിനെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് കർത്താവിനെ സ്വീകരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വലിയൊരു ദുഃഖമായിരുന്നു എൻ്റെ മനസ്സിൽ. പലവട്ടം എനിക്ക് സത്യത്തിൽ കണ്ണീര് വന്നിട്ടുണ്ട്. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതിനെ, എനിക്ക് കർത്താവിനെ സ്വീകരിക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന്. പക്ഷെ ഞാൻ വന്ന് ഈ ബ്രദറിനെ കണ്ട് സംസാരിച്ചപ്പോൾ ബ്രദർ പറഞ്ഞു, നമുക്ക് സഭ അനുശാസിക്കുന്ന സഭ പറയുന്നത്
വിശുദ്ധ കുർബാന സ്വീകരിക്കണമെങ്കിൽ മാമോദിസ സ്വീകരിക്കണം, ബാപ്റ്റിസം സ്വീകരിക്കണം, എന്നാലേ കാര്യം നടക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള പള്ളിയിലേക്ക് പോയി. പള്ളിയിലെ വികാരിയച്ഛൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചു, ഞങ്ങൾക്കങ്ങനെ മാമോദിസ തരണം, മാമോദിസ സ്വീകരിക്കണം. അച്ഛൻ ഞങ്ങളെ പെട്ടെന്ന് ഞങ്ങളിത് കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇതിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അങ്ങനെ പെട്ടെന്നൊന്നും ഒരു മാമോദിസ സ്വീകരിച്ച് തരാൻ പറ്റില്ല നിങ്ങൾക്ക്. അത് മാത്രമല്ല, നിങ്ങളുടെ സമുദായം നിങ്ങൾക്ക് ഇത് എതിർക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അത് വല്ലാത്തൊരു പ്രശ്നങ്ങളിലേക്ക് നീങ്ങാനുണ്ട്, സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വളരെ നിരാശപ്പെട്ടു. ഞാൻ ഇതിൽ എൻ്റെ വേറൊരു പള്ളിയിൽ വെച്ചിട്ട് ഒരു കുർബാനയിൽ ഞാൻ പങ്കുകൊണ്ടിട്ടുണ്ട്. ആ കുർബാന കഴിഞ്ഞ് കഴിയുമ്പോഴും ഞാൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു, കർത്താവേ, എനിക്ക് അങ്ങയുടെ മാമോദിസ സ്വീകരിക്കണം, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷേ ആരും എനിക്ക് മാമോദിസ തരുന്നുമില്ല, അങ്ങയെ സ്വീകരിക്കാനും എനിക്ക് പറ്റുന്നില്ലല്ലോ. അവിടെയുള്ള പള്ളിയിലുള്ള അച്ഛൻ ഇത് കണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ പറ്റിയേ, കാര്യങ്ങൾ എന്താ സംശയം. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും ആ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അച്ഛൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഒന്ന് എഴുതിക്കൊണ്ടിരൂ, കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായ സമ്മതമാണെന്നൊന്ന് എഴുതിക്കൊണ്ടിരാൻ പറഞ്ഞു. അച്ഛൻ അത് ഞങ്ങളുടെ ലെറ്റർ സ്വീകരിക്കുകയും ഞങ്ങൾക്കത് മാമോദിസ അതിന് എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. അന്ന് ഞങ്ങൾ വീണ്ടും ഒരു വിവാഹം കഴിക്കുകയും മാമോദിസ സ്വീകരിക്കുകയും കുമ്പസരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ഒക്കെ ആ ഒരൊറ്റ ദിവസം 2001 ജനുവരി 25 തീയതി, അതായിരുന്നു ഞങ്ങളുടെ കർത്താവിനോടുള്ള സഭയോടുകൂടിയുള്ള ഒരു ദിവസം. അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അന്ന് മുതൽ ഇന്ന് വരെ രോഗമായിട്ട് എന്തെങ്കിലും അസുഖമായിട്ടോ പറ്റാത്ത ദിവസങ്ങൾ ഒഴികെ വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ ഒരിക്കലും മുടങ്ങിയിട്ടില്ല. വിശുദ്ധ യൂജിൻ ഡി മസനോട്ട് പറയുന്നു, എൻ്റെ മുഴുവൻ ജീവിതകാലവും ദിവ്യകാരുണ്യനാഥൻ വസിക്കുന്ന സക്രാരിക്ക് ചുവട്ടിൽ അവിടുത്തോട് ചേർന്നായിരിക്കുവാൻ ഞാൻ കൊതിക്കുന്നു. എന്നും നമുക്കൊപ്പമായിരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോ നമുക്ക് വേണ്ടി സ്വയം ബലിയായിത്തീരുന്ന സ്നേഹകൂദാശയാണ് വിശുദ്ധ കുർബാന. ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോൾ നാം സ്വർഗത്തോളം ഉയരുകയും ദൈവിക സന്തോഷം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യുന്നു. ആത്മീയമായും ഭൗതികമായും നമുക്ക് വേണ്ടത് എന്തൊക്കെയെന്ന് നമ്മേക്കാളേറെ ഗ്രഹിക്കുന്ന ദിവ്യനാഥൻ അവിടുത്തെ അനന്തകാരുണ്യത്തിൻ്റെ തണലിൽ ഓരോ നിമിഷവും നമ്മെ കാത്തുപാലിക്കുന്നു. അതിരാവിലെ എണീറ്റ് വിശുദ്ധ കുർബാനയിൽ പോകുന്ന ഒരു പതിവാണ് എനിക്കുള്ളത്. അതിനൊരു ബോധ്യം എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ, ജീവിക്കുന്ന ദൈവം, ജീവിക്കുന്ന യേശു ഇന്നും സക്രാരിയിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അനുദിനം വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് സക്രാരിയിൽ അടയ്ക്കപ്പെടുന്ന ആ ജീവിക്കുന്ന യേശു പിന്നെ രാവിലെയാണ് അത് തുറക്കുന്നത്, കുർബാനയിൽ വരുമ്പോഴത്തേക്ക് തുറക്കുന്നത്. യേശു എന്തുമാത്രം സന്തോഷിക്കുന്നു നമ്മളെ കാണാനും നമ്മളോട് കൂടിയ വസിക്കാനും. ഈ സന്തോഷം അതിരാവിലെയുള്ള വിശുദ്ധ കുർബാനയിൽ മാത്രമേ ലഭിക്കാറുള്ളൂ. അത് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ എല്ലാ ദിവസവും രാവിലത്തെ കുർബാന ഞാൻ മിസ് ചെയ്യാറില്ല. എന്ത് സംഭവിച്ചാലും വിശുദ്ധ കുർബാനയിൽ അതിരാവിലെ ഞാൻ പോകുന്ന ഒരു പതിവുണ്ട്. അത് ഇന്നുവരെ ഞാൻ മുടക്കാറില്ല. വല്ലപ്പോഴും എന്തെങ്കിലും സാഹചര്യത്തിൽ പറ്റിയാൽ മാത്രമേ വൈകുന്നേരത്തുള്ള കുർബാനയിൽ ഞാൻ പങ്കുകൊള്ളാറുള്ളൂ. പക്ഷേ അപ്പോഴും അത് എന്തോ ഒരു കുറവ് എനിക്ക് തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ അനുഭവം നല്ല വൈകുന്നേരത്തെ വിശുദ്ധ കുർബാനയിൽ കിട്ടാറുള്ളത് എന്തോ ഒരു കുറവ്. ഈ കുറവ് യേശുവിനോടുള്ള ആ സ്നേഹത്തിനും യേശു എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. വചനം നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എന്നെ സ്വീകരിക്കുന്നവൻ ഞാൻ വസിക്കുന്നു, അവൻ എന്നിലും വസിക്കുന്നു. ഈ വസിക്കാനുള്ള ഒരു അനുഭവമാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിലുള്ള അനുഭവം കിട്ടുന്നത്. ആ കുർബാന നമുക്കത് അനുഭവത്തോടു കൂടിയാണ് കഴിക്കാനുള്ളൂ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, അത് അനുഭവിച്ചേ തീർക്കുള്ളൂ ആ യേശുവിൻ്റെ സ്നേഹത്തിൽ വളരാൻ.
സിയന്നായിലെ വിശുദ്ധ കാതറിൻ പറയുന്നു, അങ്ങാണ് പരമോന്നതനും അനന്തകാരുണ്യവാനുമായ ദൈവം, സകല നന്മകൾക്കും മീതെയുള്ള നന്മസ്വരൂപൻ, എല്ലാ സൗന്ദര്യത്തെയും അതിലംഘിക്കുന്ന അനന്ത സൗന്ദര്യം, സകല ജ്ഞാനത്തെയും അതിശയിക്കുന്ന ജ്ഞാനം, മാലാഖമാരുടെ അപ്പം. ദിവ്യകാരുണ്യത്തിൻ്റെ അനന്തസമ്പന്നതയിൽ നിന്നകന്ന് വിജാതീയനെ പോലെ പുറംതിരിഞ്ഞു നിന്ന നിമിഷങ്ങളോർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം. ദൈവം ആഗ്രഹിക്കാത്ത ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ ഭൗതിക വ്യഗ്രതയോടെ അലഞ്ഞ നാളുകളെ ഓർത്ത് ദിവ്യകാരുണ്യനാഥനു മുന്നിൽ മാപ്പപേക്ഷിക്കാം. വരും കാലത്ത് സ്വർഗീയ സൗഭാഗ്യങ്ങളും ഈ ലോകത്തിൽ സ്നേഹപൂർണമായ നല്ല ദിനങ്ങളും ഉറപ്പു നൽകുന്ന ദൈവത്തിൻ്റെ മഹത്തായ രക്ഷാകര പദ്ധതിയോട് ചേർന്ന് ജീവിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം.
എക്കാലവും ദൈവം നടത്തിയ തെരഞ്ഞെടുപ്പുകൾ മാനുഷിക നേത്രങ്ങൾക്ക് മുന്നിൽ വിസ്മയപാത്രങ്ങളാണ്. അവിടുന്ന് ദുർബലരായ ഒരു ജനതയെ തെരഞ്ഞെടുത്ത് തന്നോട് ചേർത്ത് നിർത്തി ശക്തരാക്കി തീർത്ത ചരിത്രങ്ങൾ അനവധിയാണ്. വളരെ പ്രത്യേകമായി ദിവ്യകാരുണ്യത്തോട് ചേർന്നു നിന്നുകൊണ്ട് ദൈവത്തിനായി സ്വയം സമർപ്പിക്കുന്ന അനേകർ എന്നും നമുക്ക് മുന്നിൽ മാതൃകകളായുണ്ട്. മനുഷ്യന്റെ ബലഹീന പ്രകൃതിയെ അതിലംഘിക്കുന്ന ദിവ്യകാരുണ്യനാഥന്റെ അനന്തസ്നേഹം അവിടെ വ്യക്തമാകുന്നു. കേവലം 33 വയസ്സുവരെ മാത്രം ജീവിച്ച് ഒരു വലിയ സമൂഹത്തിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തി അനേകരെ സ്വർഗീയ മഹത്വത്തിലേക്ക് ആനയിച്ച മഹാത്മാവായ ഒരു വിശുദ്ധ. അവളുടെ ജീവിതം ദിവ്യകാരുണ്യത്തിന്റെ അനന്തയോഗ്യതയോട് ചേർത്തുവെച്ച് ദൈവ തിരുമുൻപിൽ സമർപ്പിക്കപ്പെട്ടപ്പോൾ എക്കാലത്തെയും മനുഷ്യാത്മാക്കൾക്ക് ദിവ്യപ്രകാശം പൊഴിച്ച ഒരു പുണ്യാത്മാവ് പിറവിയെടുക്കുകയായിരുന്നു. ഇന്ന് വേദപാരംഗതയായി തിരുസഭ അംഗീകരിച്ചിരിക്കുന്ന സിയന്നയിലെ വിശുദ്ധ കാതറിൻ അഭൗമികമായ പ്രഭ ഓരോ നിമിഷവും ജീവിതത്തിലൂടെ വർഷിച്ചവളാണ്. നവോത്ഥാനത്തിന്റെ ആരംഭ ദശകങ്ങൾ യൂറോപ്പിനെ സംബന്ധിച്ച് ഏറെ പ്രതിസന്ധികളുടേതായിരുന്നു. സാമൂഹികമായും വിശ്വാസപരമായും വ്യത്യസ്ത ആശയങ്ങൾ പിറവിയെടുത്ത കാലം. മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ആരോഗ്യപരമായ ഏറെ പ്രതിസന്ധികളും യൂറോപ്യൻ സമൂഹങ്ങൾക്കുമേൽ ആഞ്ഞടിച്ചിരുന്നു. ഇത്തരത്തിൽ സങ്കീർണമായ ഒരു കാലത്താണ് സിയന്നയിലെ വിശുദ്ധ കാതറിന്റെ ജനനം. 1347 മാർച്ച് 25-ാം തീയതി ഇറ്റലിയിലെ സിയന്നയിലാണ് കാതറിൻ ജനിച്ചത്. അന്ന് മംഗളവാർത്ത തിരുനാളായിരുന്നു. പിതാവ് ജിയക്കോമോ സെനിൻകാസയുടെയും മാതാവ് ലാപ്പ പിയാജെന്റിയുടെയും 25 മക്കളിൽ 23-ാമത്തെ ആളായിരുന്നു അവൾ. അവളുടെ സഹോദരങ്ങളിൽ പകുതി പേരും അകാലത്തിലെ സ്വർഗഭാഗ്യം നേടിയവരാണ്. ചെറുപ്പം മുതലേ ഏറെ സന്തോഷപ്രകൃതിയും ഉല്ലാസവതിയുമായിരുന്ന കാതറിനെ കുടുംബാംഗങ്ങൾ സന്തോഷം എന്നർത്ഥമുള്ള യൂഫ്രോസിൻ എന്നാണ് വിളിച്ചിരുന്നത്. തീരെ ചെറുപ്പം മുതൽ തന്നെ പ്രാർത്ഥനയിലും ആത്മീയ കാര്യങ്ങളിലും അവൾ ശ്രദ്ധേയയായിരുന്നു. കേവലം 6 വയസ്സ് പ്രായമുള്ളപ്പോൾ ആദ്യമായി അവൾക്ക് ഒരു ദിവ്യാനുഭവം ഉണ്ടായതായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. തന്റെ സഹോദരനുമൊന്നിച്ച് വിവാഹിതയായ ഒരു സഹോദരിയുടെ ഭവനത്തിലേക്കുള്ള യാത്രക്കിടെ അപ്പസ്തോലന്മാരായ പത്രോസിനോടും പൗലോസിനോടും യോഹന്നാനോടുമൊപ്പം സ്വർഗീയ മഹത്വത്തോടെ നമ്മുടെ കർത്താവ് കാതറിനു മുന്നിൽ പ്രത്യക്ഷനായി. ആ സ്വർഗീയ ദർശനത്തിനു ശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ ആ കൊച്ചു പെൺകുട്ടി തന്റെ ജീവിതം ദൈവതിരുമുൻപിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് രഹസ്യമായ ഒരു വ്രതവാഗ്ദാനവും നടത്തിയിരുന്നു. ആ കാലങ്ങളിൽ മുതൽ ഏകാന്ത ധ്യാനത്തെയും പ്രാർത്ഥനാ നിമിഷങ്ങളെയും അവൾ അഗാധമായി സ്നേഹിച്ചു. പെട്ടെന്ന് മരണപ്പെടുവാനിടയായ ഒരു സഹോദരിയുടെ വിഭാര്യനായിത്തീർന്ന ഭർത്താവിന് കേവലം 15 വയസ്സുള്ളപ്പോൾ അവളെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ കാതറിന്റെ മാതാപിതാക്കൾ ആഗ്രഹിച്ചു. എന്നാൽ സമർപ്പിത ജീവിതത്തിനായി ദൃഢനിശ്ചയം ചെയ്തിരുന്ന അവൾ അതിനെ എതിർക്കുകയും തന്റെ മനോഹരമായ മുടി മുറിച്ചു കളഞ്ഞും നിരാഹാരം കിടന്നും പ്രതിഷേധിക്കുകയും ചെയ്തു. തങ്ങളുടെ നിർബന്ധങ്ങൾക്കൊന്നും കാതറിനെ തിരുത്താനാവില്ലെന്ന് ബോധ്യപ്പെട്ട മാതാപിതാക്കൾ അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തുടർന്നുള്ള കാലം ജീവിക്കുവാൻ അവൾക്ക് അനുമതി നൽകി. പിന്നീടുള്ള 3 വർഷത്തോളം തന്റെ ഭവനത്തിൽ ഒരു കൊച്ചുമുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടി ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ച അവൾ അടുത്തുള്ള സെയിന്റ് ഡൊമിനിക്സ് ദേവാലയത്തിൽ ദിവ്യബലിക്കായി മാത്രമാണ് പുറത്തിറങ്ങിയത്. ആ കാലങ്ങളിൽ പതിവായുണ്ടായിരുന്ന ദിവ്യദർശനങ്ങൾ അവൾക്ക് ആത്മീയാനന്ദം പകർന്നിരുന്നുവെങ്കിലും
മറിച്ചുള്ള അനുഭവങ്ങൾ അനവധിയായിരുന്നു. വെറുപ്പുളവാക്കുന്നതും പൈശാചികവുമായ രൂപങ്ങൾ അവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിശക്തമായ പ്രലോഭനങ്ങളിൽ അവൾ വീർപ്പുമുട്ടി. ഇത്തരത്തിൽ തൻ്റെ ആത്മാവ് അസഹ്യപ്പെട്ടുകൊണ്ടിരുന്ന മണിക്കൂറുകളിൽ ഒരിക്കൽ അവൾ തൻ്റെ ദിവ്യനാഥനോട് പരിഭവം പറഞ്ഞു. എൻ്റെ കർത്താവേ, അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നെങ്കിൽ പിന്നെന്തുകൊണ്ടാണ് ഈ വെറുക്കപ്പെട്ട പ്രലോഭനങ്ങളും ദുഷിച്ച വിചാരങ്ങളും അവിടെ രൂപപ്പെടുന്നത്? ദിവ്യകാരുണ്യനാഥൻ അവളുടെ ഹൃദയത്തിൽ മന്ത്രിച്ചു, എൻ്റെ മകളെ, നിന്നെ കൃപയിൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിന്റെ ഹൃദയത്തിലുണ്ട്. ആ കാലത്ത് കാതറിൻ്റെ ഭക്ഷണം പ്രധാനമായും ദിവ്യകാരുണ്യം തന്നെയായിരുന്നു. ഏറെ ദുരനുഭവങ്ങളും ദുഷ്പ്രേരണകളും അവളെ അലട്ടിയിരുന്നുവെങ്കിലും ദിവ്യകാരുണ്യനാഥൻ അവളെ അനുനിമിഷം വളർത്തിക്കൊണ്ടിരുന്നു. വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കത്തക്ക വിധം തികഞ്ഞ വിശുദ്ധിയും ഉറച്ച ബോധ്യങ്ങളുമുള്ള ഒരാത്മാവ് അവിടെ രൂപം കൊള്ളുകയായിരുന്നു. ചെറുപ്പം മുതൽ കാതറിൻ അടുത്തറിഞ്ഞിരുന്ന ഡൊമിനിക്കൻ ആത്മീയ കാഴ്ചപ്പാടുകളിൽ അവൾ ആകൃഷ്ടയായിരുന്നുവെങ്കിലും ഡൊമിനിക്കൻ സന്യാസിനി സമൂഹത്തിൽ അംഗമാകുന്നതിനു പകരം ഡൊമിനിക്കൻ മൂന്നാം സഭയിൽ അംഗത്വം സ്വീകരിച്ച് അവൾ സ്വന്തം ഭവനത്തിൽ തന്നെ ജീവിക്കുകയാണുണ്ടായത്. സഹനജീവിതം നയിക്കുന്ന തപസ്വികൾ ധരിച്ചിരുന്ന രോമക്കുപ്പായം ധരിക്കുകയും ഇരുമ്പ് ചങ്ങല അരയിൽ അണിയുകയും ചെയ്തിരുന്ന കാതറിന്റെ ജീവിതം അക്കാലത്ത് ആത്മീയ ഔന്നത്യത്തിലാണ് മുന്നേറിയിരുന്നത്. 1366 വിഭൂതി ബുധനാഴ്ചയുടെ തലേ ദിവസം, അന്ന് സിയന്ന നിവാസികളേവരും ആഘോഷങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. സ്വന്തം മുറിയിൽ പ്രാർത്ഥനാ നിമഗ്നയായിരുന്ന കാതറിന് ഒരു ദിവ്യദർശനമുണ്ടായി. പരിശുദ്ധ അമ്മയോടും മാലാഖ വൃന്ദത്തോടും ചേർന്ന് ക്രിസ്തു അവൾക്കു മുന്നിൽ പ്രത്യക്ഷനാവുകയും അവിടുന്ന് അവളെ ഒരു മോതിരമണിയിക്കുകയും ചെയ്തു. വളരെ മുൻപ് തന്നെ ക്രിസ്തുവിന്റെ മണവാട്ടിയായി സ്വയം സമർപ്പിച്ചിരുന്ന അവളുടെ അഭിലാഷത്തിന് ഈശോ മുദ്ര വയ്ക്കുകയായിരുന്നു. ആ അനുഭവം കാതറിനു പകർന്നു നൽകിയ ശക്തി ചെറുതായിരുന്നില്ല. തനിക്കു മുന്നിൽ സാത്താൻ വച്ചു നീട്ടിയ എല്ലാ പ്രലോഭനങ്ങളെയും പ്രതിബന്ധങ്ങളെയും തകർക്കുവാൻ തക്ക ആത്മീയ ശക്തി അവൾക്ക് ലഭിച്ചു. കർത്താവ് കയ്യിലണിയിച്ച ആ മോതിരം മരണം വരെയും കാതറിന് ദൃശ്യമായിരുന്നെങ്കിലും അത് മറ്റാർക്കും കാണാനാവുമായിരുന്നില്ല. ഏതാനും വർഷങ്ങൾ തുടർന്ന ഏകാന്ത ജീവിതത്തിനു ശേഷം കാതറിൻ തന്റെ ചുറ്റുമുള്ള സമൂഹത്തിലെ വേദനിക്കുന്നവർക്കിടയിലേക്ക് ഇറങ്ങി. അക്കാലത്ത് ഡൊമിനിക്കൻ സഭാംഗങ്ങൾ ചെയ്തിരുന്ന ആതുര ശുശ്രൂഷ രംഗത്തും അവൾ വ്യാപൃതയായി. എന്നാൽ അവൾ പ്രത്യേകമായി തെരഞ്ഞെടുത്തത് മറ്റു ശുശ്രൂഷകർ പോലും അകന്നു നിൽക്കുന്ന നികൃഷ്ടമായ രോഗാവസ്ഥകളിൽ അകപ്പെട്ടവരെയായിരുന്നു. കാതറിന്റെ വ്യക്തിപ്രഭാവത്തിലും ആത്മീയ ബോധ്യങ്ങളിലും ആകൃഷ്ടരായി അവൾക്കൊപ്പം ചേർന്നവർ അനവധിയായിരുന്നു. ചില വൈദികരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഒരു വൃദ്ധസന്യാസിയായിരുന്ന ഫാദർ സാന്റി തന്റെ ഏകാന്തവാസം ഉപേക്ഷിച്ച് കാതറിന്റെ സഹവാസിയായപ്പോൾ അദ്ദേഹം പറഞ്ഞത്, തനിക്ക് കൂടുതൽ സമാധാനവും ആത്മീയ മൂല്യങ്ങളിലുള്ള വളർച്ചയും തിരിച്ചറിയാനായത് കാതറിന്റെ സാമീപ്യത്തിൽ നിന്നുമാണ് എന്നാണ്. തനിക്കൊപ്പം നിന്നവരുടെ ആത്മീയ ഉന്നമനത്തിൽ കാതറിൻ ഏറെ ശ്രദ്ധാലുവായിരുന്നു. അവളെ വേദപാരംഗതയാക്കി ഉയർത്തുവാനിടയാക്കിയ 300ഓളം കത്തുകളിൽ അവൾ ആദ്യം എഴുതിയവയിലേറെയും തന്നെ ഇപ്രകാരം അനുഗമിച്ചവർക്കുള്ള ആത്മീയ ഉപദേശങ്ങളായിരുന്നു. ഈ കാലഘട്ടത്തിൽ കാതറിനെ പുറം ലോകം വീക്ഷിച്ചിരുന്നത് 2 വിധത്തിലായിരുന്നു. ചിലർ അവളെ ഒരു വിശുദ്ധയായി കണ്ടപ്പോൾ മറ്റു ചിലർ മതാന്ധത ബാധിച്ചവളായും കപടവേഷധാരിയായും വിലയിരുത്തി ആക്ഷേപിച്ചു. ഒരിക്കൽ അവൾക്കെതിരായ ദുരാരോപണങ്ങളുടെ പേരിൽ ഡൊമിനിക്കൻ സഭാ നേതൃത്വം അവളെ വിളിപ്പിക്കുകയും വിചാരണ ചെയ്യുകയുമുണ്ടായി. എന്നാൽ
യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അവളെ വിട്ടയച്ചു. തുടർന്ന് സിയന്നയിലേക്ക് മടങ്ങിയെത്തിയ കാതറിൻ കണ്ടത് പ്ലേഗ് ബാധയെ തുടർന്ന് കടുത്ത ദുരിതത്തിലമർന്ന ഒരു ജനതയെയാണ്. രോഗബാധിതർക്കിടയിൽ വിശ്രമമില്ലാതെ ശുശ്രൂഷ ചെയ്ത അവളുടെ സാന്നിധ്യം പോലും അനേകായിരം രോഗികൾക്ക് അഭൗമികമായ ആശ്വാസം പകരുന്നവയായിരുന്നു. അനേകരെ അവൾ മരണത്തിനായി ഒരുക്കുകയും സ്വന്തം കൈകൊണ്ട് ഏറെ പേരെ സംസ്കരിക്കുകയും ചെയ്തു. മരണാസന്നരായ ആളുകളോട് അവൾക്ക് അവാച്യമായ അനുകമ്പയും കരുണയുമാണ് ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ജയിലുകളിൽ മരണത്തിന് വിധിക്കപ്പെട്ട അനേകരെ മാനസാന്തരപ്പെടുത്തി സ്വർഗഭാഗ്യത്തിന് അർഹരാക്കി തീർക്കുവാനും കാതറിന് കഴിഞ്ഞിരുന്നു. പിൽക്കാലത്ത് കാരുണ്യവതിയായും അത്ഭുത പ്രവർത്തകയായും പേരുകേട്ട കാതറിന്റെ അടുത്ത് തങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾക്കായി അനേകരെത്തി. തനിക്ക് പരിശുദ്ധാത്മാവ് നൽകിയ ജ്ഞാനത്തിലൂടെ അനേക തർക്കപരിഹാരങ്ങളും സമാധാന സ്ഥാപനവും പോലും നേടിയെടുക്കുവാൻ അവൾക്ക് കഴിഞ്ഞു. അക്കാലത്ത് അവിഞ്ഞോൺ പ്രവാസത്തിലായിരുന്ന ഗ്രിഗറി 11 പാപ്പയുമായി സുദീർഘമായ കത്തിടപാടുകൾ നടത്തിയിരുന്ന അവൾ സഭാപരമായ കാര്യങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും പോലും നിർണായകമായ ഇടപെടലുകൾ നടത്തിയിരുന്നു. 1375 കാതറിന്റെ 28 വയസ്സിൽ ക്രിസ്തു ഒരമൂല്യ സമ്മാനമായി തന്റെ പീഡാനുഭവത്തിന്റെ അടയാളമായ പഞ്ചക്ഷതവും അവൾക്ക് നൽകി. എന്നാൽ അവളുടെ തന്നെ അഭ്യർത്ഥന പ്രകാരം മരണം വരെ അത് മറ്റാർക്കും ദൃശ്യമായിരുന്നില്ല. പക്ഷേ മരണശേഷം അവ മറ്റേവരും വ്യക്തമായി കണ്ടു. 100 കണക്കിന് കത്തുകൾക്ക് പുറമെ ദൈവപരിപാലനയുടെ സംവാദം എന്നൊരു പുസ്തകവും കാതറിൻ്റേതായി ഉണ്ട്. രചനകളിലൂടെ വെളിപ്പെട്ടിരുന്ന ദൈവിക ജ്ഞാനമാണ് പിൽക്കാലത്ത് വേദപാരംഗതയായി പ്രഖ്യാപിക്കപ്പെടുവാനും ഇടയാക്കിയത്. കഠിനമായ തപശ്ചര്യകളും കഠിനാധ്വാനവും കൊണ്ട് വളരെ ക്ഷയിച്ച ആരോഗ്യപ്രകൃതിയായിരുന്നു കാതറിൻ്റേത്. അവസാന വർഷങ്ങളായപ്പോൾ അവൾ തന്റെ ഭക്ഷണം ദിവ്യകാരുണ്യം മാത്രമാക്കി ചുരുക്കി. 2 മാർപ്പാപ്പമാരും ഏറെ ഭരണാധികാരികളുമായി ഇടപെടുകയും തന്റെ ആത്മീയ ബോധ്യങ്ങളുടെ വെളിച്ചത്തിൽ അത്ഭുതകരമായി അവർക്ക് ജ്ഞാനം പകരുകയും ചെയ്ത ഏറെ വലിയ കാര്യങ്ങൾ തനിക്കാവുന്നതിനും ഏറെയധികം നിവൃത്തിയാക്കുവാൻ ദൈവമുപകരണമാക്കിയ ആ പുണ്യാത്മാവിന്റെ ജീവിതം അവസാനത്തോടടുക്കുകയായിരുന്നു. ആരോഗ്യം വീണ്ടും ക്ഷയിച്ച് പാദങ്ങൾക്ക് പ്രവർത്തനശേഷിയും നഷ്ടപ്പെട്ടിരുന്ന അവൾക്ക് 1380 ഒരു മസ്തിഷ്കാഘാതവുമുണ്ടായി. തുടർന്ന് തന്റെ 33 വയസ്സിൽ ഏപ്രിൽ 29 അവൾ സ്വർഗഭാഗ്യത്തിനായി വിളിക്കപ്പെട്ടു. 1461 ജൂൺ 29 പിയൂസ് 2 പാപ്പ സിയന്നയിലെ കാതറിനെ വിശുദ്ധയായും 1970 ഒക്ടോബർ 3 പോൾ 6 പാപ്പ അവളെ വേദപാരംഗതയായും പ്രഖ്യാപിച്ചു. ഇന്ന് തിരുസഭ വിശുദ്ധ കാതറിനെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്കൊപ്പം റോമിന്റെ സഹമധ്യസ്ഥയായി വണങ്ങുന്നു. കൂടാതെ യൂറോപ്പിന്റെ 6 മധ്യസ്ഥരിൽ ഒരാളുമാണ് സിയന്നയിലെ വിശുദ്ധ കാതറിൻ. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ദിവ്യജ്ഞാനം പകർന്നു നൽകി ലോകത്തിനു മുഴുവൻ അനുഗ്രഹമാക്കി ഉയർത്തിയ സിയന്നയിലെ വിശുദ്ധ കാതറിനെ ഓർത്ത് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അവളെപ്പോലെ ജീവിത പ്രതിസന്ധികൾക്കും ഭൗതിക വ്യഗ്രതകൾക്കും മീതെ ലോകത്തിൽ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ.